അതായത് കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഒരു ഉന്നതതല യോഗം നടന്നിരിക്കുന്നു. ആ യോഗത്തിൽ കരസേനാ മേധാവിയും സംയുക്ത സൈനിക മേധാവിയും പങ്കെടുത്തു. അതിനുശേഷം ഈ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള കമാൻഡറും കരസേനാ മേധാവിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഒരു വലിയ തിരിച്ചടിക്ക് സൈന്യം ഒരുങ്ങുന്നു എന്നുള്ള ഒരു വാർത്തകൾ പല വഴിക്ക് വരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഉന്നതതല യോഗം നടന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടക്കുന്ന മൂന്നാമത്തെ ഒരു അടിയന്തര യോഗമാണ് ദില്ലിയിൽ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏവരും പ്രതീക്ഷിക്കുന്നത് വലിയ ഒരു ഓപ്പറേഷനാണ് സൈന്യം ഇപ്പോൾ കാശ്മീരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതിർത്തി കടന്നൊരു തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് ബാലക്കോട്ട് മോഡലാണോ അതോ ഗാൽവൻ താഴ്വരയിൽ ഇന്ത്യയും ചൈന സൈനികരും തമ്മിൽ നടത്തിയ ഒരു ഏറ്റുമുട്ടൽ പോലെ ആകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. എപ്പോൾ എവിടെ എങ്ങനെ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത് എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ അടിക്കടിയുള്ള ഉന്നതതല യോഗങ്ങൾ ഒപ്പം തന്നെ പരസ്യമായി തന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി പറയുകയുണ്ടായി പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അത്യന്തം സ്ഫോടകാത്മകമായ ഒരു സാഹചര്യത്തിലാണ് ഉന്നതതല യോഗം ചേർന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.